മലപ്പുറം AR നഗർ ബാങ്ക് ക്രമക്കേടിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ്. മുൻ മന്ത്രി PK ബാവ, മുൻ ജില്ലാ പ്രസിഡന്റ് PPA കരീം ഉൾപ്പെടെ 16 പേർക്കാണ് നോട്ടീസ് അയച്ചത്. കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, മുസ്ലിം ലീഗിനകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയായതാണ് ഈ AR നഗർ ബാങ്കിലെ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ. എന്താണ് അതിൽ ആദായനികുതി വകുപ്പിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ? വിജയകുമാർ, 16 പേർക്കാണ് നിലവിൽ ആദായ നികുതി വകുപ്പിന്റെ കോഴിക്കോട് ഓഫീസിൽ നിന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ മരിച്ചുപോയവരുൾപ്പെടെ ലീഗിന്റെ സംസ്ഥാന നേതാക്കളുണ്ട്. ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 2016 മുതൽ AR നഗർ അക്കൗണ്ടിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന നിക്ഷേപങ്ങളുടെ ഉറവിടം, സ്രോതസ് അത് വെളിപ്പെടുത്തണമെന്നുള്ളതാണ്. 7 ദിവസത്തെ സമയപരിധിയാണ് ആദായ നികുതി വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇതിനകം ഈ കണക്കുകൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ സ്വത്ത് ജപ്തി ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. പ്രധാനമായും 2 നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർക്ക് നോട്ടീസ് നൽകിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന് PK ബാവയാണ്. അദ്ദേഹം ലീഗ് നേതാവും മുൻ മന്ത്രിയുമാണ്. അദ്ദേഹത്തിന്റെ 1.18 കോടി രൂപയുടെ കണക്ക് വ്യക്തമാക്കണമെന്നാവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ വയനാട് ജില്ലാ ലീഗിന്റെ മുൻ പ്രസിഡന്റായ PPA കരീമിനോടും അദ്ദേഹത്തിന്റെ 1.35 കോടി രൂപയുടെ കണക്ക്, അതിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 7 ദിവസത്തിനകം ഇതിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നുള്ളത് തന്നെയാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മരിച്ചുപോയവർക്കുൾപ്പെടെ ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 പേർ ഈ 16 പേരിൽ ഉൾപ്പെടുന്നു. മരിച്ചുപോയ 2 പേർ ഈ 16 പേരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നാം അറിയുന്നത്. ഇവർ ഇതിനോടകം തന്നെ ലീഗ് നേതൃത്വത്തിനെ അടക്കം കണ്ട് തങ്ങളുടെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നിലവിൽ വ്യക്തമാകുന്നുണ്ട്. വിജയകുമാർ. AR നഗർ ബാങ്ക് ക്രമക്കേട് ആരോപണങ്ങളിലാണ് ലീഗ് നേതാക്കൾക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. അതിൽ ഒന്ന് മുൻ മന്ത്രി PK ബാവയും ഉൾപ്പെടുന്നുണ്ട്. കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കും എന്നാണ് ആദായനികുതി വകുപ്പ് ഈ നോട്ടീസിൽ പറയുന്നത്.